കൊച്ചി കായലിൽ മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ തെറ്റ് സമ്മതിച്ച് പിഴയൊടുക്കിയെന്ന് ഗായകൻ MG ശ്രീകുമാർ. വീട്ടിലെ ജോലിക്കാരെയാണ് മാലിന്യം വലിച്ചെറിഞ്ഞത്. അധികൃതർ പറഞ്ഞപ്പോഴാണ് വിഷയം അറിഞ്ഞതെന്നും കേരളം മാലിന്യമുക്ത സംസ്ഥാനമാകാൻ എല്ലാ പിന്തുണയും നൽകുമെന്നും MG ശ്രീകുമാർ 24നോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് റാഫി കരീമിന്റെ റിപ്പോർട്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് MG ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് ഒരു മാലിന്യപ്പൊതി അത് കായലിലേക്ക് വലിച്ചെറിയുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം 25,000 രൂപ പിഴയായി ഒടുക്കുകയും ചെയ്തു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് MG ശ്രീകുമാറിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. MG ശ്രീകുമാർ തന്നെ ഇപ്പോൾ 24നൊപ്പം ചേരുന്നുണ്ട്. സാർ, ആ ദൃശ്യങ്ങൾ കണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട് സാർ ഒരു പിഴയും ഒടുക്കിയിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സാറിന് പറയാനുള്ളത്? ഞാൻ 28, 29 തീയതികളിൽ ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, CMന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു ഇതുപോലെ വീട് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 1-2 പേര് വരുന്നു എന്ന് പറഞ്ഞ് വീട് തുറന്നു കൊടുത്തു. അപ്പം ഞാൻ സാധാരണയായിട്ട് ആ ബോൾഗാട്ടിലുള്ള വീട്ടിൽ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ കാണാറില്ല. പിന്നെ അങ്ങനെ അവിടെ വലിയ മാലിന്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിലാണ്, ഞാൻ ക്രൗൺ പ്ലാസയിലാണ്, പിന്നെ ഗാനമേളയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് കുറേ മാങ്ങ വീഴും. അത് വെള്ളത്തിലോട്ടും വീഴും, അകത്തും വീഴും. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു 25,000 രൂപ മാലിന്യം ഒഴുക്കിയിരുന്നു. അപ്പം ഞാൻ തർക്കിച്ചില്ല. കാരണം ചെയ്തത് എൻ്റെ അവിടെ നിന്നൊരു സെർവൻ്റാണ്. ആ സെർവൻറ്റിന് അറിഞ്ഞൂടായിരുന്നു അണ്ണാൻ കടിച്ചു വീണ ഒരു മാങ്ങയും കൂടെ തറയിൽ ചെതറി കിടന്നപ്പോൾ അതെടുത്ത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇട്ടു. തെറ്റാണ്. സത്യത്തിൽ അത് അവർക്ക് അറിഞ്ഞൂടാതെ ചെയ്തതാണ്. പക്ഷേ എൻ്റെ വീടായതുകൊണ്ട് ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് എനിക്ക് എഴുതി തന്ന 25,000 രൂപ ഞാൻ പിഴയായിട്ട് അടച്ചു. CMന്റെ ഒരു സ്ലോഗനുണ്ട്, മാലിന്യ വിമുക്ത കേരളം. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു പേപ്പറോ ഇതെടുത്തിട്ട് ഞാൻ വെളിയിൽ കളയോ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇത് അറിയാതെ എൻ്റെ വീട്ടിലുള്ള സെർവൻറ്റ് ഈ മാങ്ങ അണ്ണാനോ കിളിയോ കൊത്തി കിടന്നപ്പോഴത്തേക്ക് അത് എടുത്ത് വെള്ളത്തിലോട്ടിട്ട് ചെറിയ പൊതി ആരോ എടുത്തൊരു വീഡിയോ എടുത്ത് കൊടുത്തു. അതിന് ഞാൻ പിഴയെ അടച്ചു. അപ്പോൾ എന്തായാലും ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ എന്ന് പറയുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പിഴ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് തന്നെ പറയുന്നുണ്ട്, ഹരിതകർമ്മസേനയൊക്കെ വരുമ്പോഴും പ്ലാസ്റ്റിക് മാലിന്യമൊന്നും വീട്ടിൽ നിന്ന് കിട്ടാറില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എനിക്കത് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഹരിത കർമ്മസേന അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവർ വന്ന് എടുത്തോണ്ട് പോകാൻ അവിടെ വേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല ആ വീട്ടിൽ. പിന്നെ ഇങ്ങനൊരു ചെയ്തത് തെറ്റാണ്, അത് സമ്മതിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ സഹോദരി ഇങ്ങനെ മാങ്ങ പൊതിഞ്ഞ് ഈ തറ വീണ മാങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് തെറ്റാണ്. അത് മാലിന്യമല്ല, മാങ്ങയാണെന്ന് ഞാൻ തിരുത്തുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാനും തയ്യാറാണ്. കാരണം ആ വീഡിയോയിൽ ആ സഹോദരൻ എടുത്തിട്ട് അദ്ദേഹത്തിന് എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു പങ്ക് കിട്ടും. എന്താണ്, 25,000 രൂപയുടെ ഒരു പങ്ക് കിട്ടും. എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ചെയ്തത് തെറ്റാണ്. ആ തെറ്റിനെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് വെറും ഒരു മാങ്ങാണ്ടിക്ക് 25,000 ആകുമ്പോൾ ഇതുപോലെ എത്രയോ ഹോസ്പിറ്റൽസിൽ നിന്നും ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടൽസിൽ നിന്നൊക്കെ എത്ര ടൺ കണക്കിന് മാലിന്യമാണ് ഈ കൊച്ചിയിൽ ഒഴുകുന്നത്. അതൊന്നും ഈ അധികൃതർ കാണുന്നില്ലേ എന്നെനിക്കൊരു ചോദ്യം ഞാൻ ചോദിക്കേണ്ടി വരും. ചെയ്ത തെറ്റിന് ഒരു മാങ്ങയ്ക്ക് ഞാൻ 25,000 രൂപ പിഴയടച്ചു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ കേരളം എന്നും ശുചിത്വ കേരളമായിരിക്കണം. ഞാനതൊരു മാതൃകയായി മാറട്ടെ എന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ്. ആരും തന്നെ ഇനിയൊരു മാങ്ങയോ ഒരു പേപ്പറോ ഒന്നും തന്നെ, അല്ലെങ്കിൽ മാലിന്യമോ ഒന്നും തന്നെ നിങ്ങൾ വെള്ളത്തിൽ നിക്ഷേപിക്കരുത്. നമുക്ക് ശുചിത്വ കേരളമായിരിക്കണം. അതിനുവേണ്ടിയുള്ള സ്ലോഗൻ ഞാൻ തന്നെ ഉടനെ ഒരു പാട്ട് പാടി ഇറക്കുന്നതാണ്. ഈ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. അതിന് പിഴയെ അടച്ചു. പക്ഷേ ഓർക്കുക, ഒരു മാങ്ങയും ഒരു മാങ്ങാണ്ടിക്കും 25,000 ആണെങ്കിൽ വലിയ വലിയ മാലിന്യങ്ങൾക്ക് എത്ര ആയിരിക്കണം നമ്മളുടെ ഗവൺമെന്റ് പിഴ ചുമത്തേണ്ടത്? എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുകയാണ്. ആ തെറ്റിനെ അംഗീകരിക്കുകയും ആ തെറ്റിന് എന്താണോ സർക്കാർ ചുമത്തുന്ന ഒരു പിഴ, നിയമം എന്താണോ അതിനെ അനുശാസിക്കുന്ന ഒരു പിഴ, അത് ഒടുക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.